നമ്മുടെ വീട്ടിൽ നിന്ന് പട്ട് കൊണ്ടുപോകലിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-10:30 ആകുമ്പോഴേക്കും കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ മേളം കൊട്ടലായിരുന്നു. കൂട്ടുകാർ വരുമ്പോഴേക്കും നമ്മളെല്ലാ പണികളും തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സദ്യയാണ്. അപ്പോൾ കൂട്ടുകാർക്കും എല്ലാവർക്കുള്ള സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവർ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ചേച്ചി ഏട്ടനും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അമ്പാടിയാണെങ്കിൽ അതാ ഹരിയേട്ടൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ ഓരോ വിക്രസ് കളി കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മേളം കൊട്ടലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സദ്യക്കുള്ളതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പാടി നന്ദപ്പനും കൂടിയാണ് സദ്യക്കുള്ളതൊക്കെ വിരിക്കാൻ കേട്ടോ. അങ്ങനെ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇത് തായമ്പക ഉണ്ടാക്കി ഇതാ കാവിലേക്ക് കൊണ്ടുപോകാനുള്ള പട്ട് അച്ഛൻ പൂജിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് തന്നെ നമ്മൾ അമ്പാടി പോയിരിക്കുന്നുണ്ട് കേട്ടോ. പോയിരിക്കുക അച്ഛന് ഒരു പലകയൊക്കെ ഇട്ട് കൊടുത്തു. ആളങ്ങനെ അച്ഛൻ്റെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൻ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവൻ്റെ കാട്ടിൽ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പൂജയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ പ്രസാദത്തിന് വേണ്ടിയിട്ട് എല്ലാ തേങ്ങയൊക്കെ ഇതാ ശാരി ചേച്ചി മണിയുണ്ടായിട്ടും കൂടി നേരാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂജയുടെ പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ അമ്പാടി ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂട്ടുകാർക്ക് ഇത് അങ്ങനെ ഓരോരുത്തരും നോട്ടുമാലയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മടിയിലിരിക്കുന്ന ആൾ നമ്മുടെ കുഞ്ഞാറ്റുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അവന്തിയുടെ അനിയനാണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്കാണെങ്കിൽ നല്ല സന്തോഷമായി. അവനിങ്ങനെ തൊടാനും പിടിക്കാനും ഒക്കെ നോക്കും. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ കാവിലേക്ക് കൊണ്ടുപോകാനുള്ള പട്ട്. അതേട്ടൻ കോലിലൊക്കെ അങ്ങനെ ചുറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പട്ട് കൊണ്ടുപോകാനുള്ള സമയം. അങ്ങനെ പൂരം പുറപ്പെടുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു ആനവേല പോകുന്നുണ്ട്. അപ്പോൾ അവരും ഇവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ വേല എടുത്തു എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ വേലയും കൂടി അങ്ങനെ രണ്ട് കൂട്ടരും കൂടി ഒരുമിച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ രണ്ട് വേലക്കാരും നമ്മുടെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നിട്ട് ഈ ആനയുടെ മുന്നിലായിട്ട് കുറച്ച് നേരം നിന്ന് കൊട്ടുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരുമിച്ചാണ് കേട്ടോ പോണത്. ഉത്രത്തിക്കാവിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഒരുമിച്ച് നടന്നു പോയിട്ട് ആറാട്ടിൻ്റെ അന്നാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പട്ട് കൊണ്ടുപോകലും. അങ്ങനെ ഈ വർഷത്തിൽ അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. ഈ ആനയെ കാണാൻ നല്ല ചന്തണ്ടായിരുന്നു. അതിന് കുട്ടികൾക്കൊക്കെ സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.